ഹായ് ഫ്രണ്ട്സ്, ഫ്രീ ആയിട്ട് അബുദാബിയിൽ ഒരു 4 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കാൻ കിട്ടിയാൽ നിങ്ങൾക്ക് വേണ്ടാന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. ഞങ്ങളും വേണ്ടാന്ന് പറഞ്ഞില്ല. എത്തിഹാദ് വഴി നാട്ടിലേക്ക് അവിടുന്ന് തിരിച്ചും ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ 2 നൈറ്റ് അബുദാബിയിൽ സ്റ്റേ ചെയ്യാനൊരു ഓഫർ ഉണ്ടായിരുന്നു. ഞങ്ങളതങ്ങ് സ്വീകരിച്ചു. എങ്ങനെയാ വേണ്ടാന്ന് പറയാ. അബുദാബി എയർപോർട്ടിൽ നിന്ന് 3 ഡേയ്സിലേക്ക് ഒരു കാർ റെൻറ്റിനൊക്കെ എടുത്തിട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പോയത്. അരുണിന് വിസ ഓൺ അറൈവലായിരുന്നു. എനിക്ക് ഇന്ത്യൻ പാസ്പോർട്ട് ആയതിനാൽ 1 മന്ത് മുന്നേ വിസ എടുക്കേണ്ടി വന്നു. 48 അവേഴ്സിൻ്റെയോ 96 അവേഴ്സിൻ്റെയോ വിസ നമുക്ക് എടുക്കാവുന്നതാണ്. 5000 രൂപയാണ് കേട്ടോ എനിക്ക് വിസ എടുക്കാനായുള്ളൂ. എല്ലാ ടിക്കറ്റിനും ഒരു റൂം വെച്ച് ബുക്ക് ചെയ്യായിരുന്നു. ഇങ്ങനെ ഫ്രീ അക്കോമഡേഷൻ കിട്ടണമെങ്കിൽ എത്തിഹാദിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ പോയിട്ട് തന്നെ വേണം കേട്ടോ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ. ഓൺലൈനായിട്ടാണ് പിന്നെ ഹോട്ടൽ ബുക്ക് ചെയ്യുന്നത്. 4 സ്റ്റാർ വരെയുള്ള ഹോട്ടൽ സെലക്ട് ചെയ്യാൻ നമുക്ക് പറ്റുമായിരുന്നു. 2 to 3 ഹോട്ടൽസ് അങ്ങനെ സെലക്ട് ചെയ്ത് അതിൻ്റെ അകത്ത് അവർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഓക്കെ എന്ന് തോന്നുന്നതാണ് നമുക്ക് തരിക. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയത് സതേൺ സണ്ണിൻ്റെ ഹോട്ടലായിരുന്നു. ഹോട്ടൽ ഏകദേശം സെൻറ്ററിൽ തന്നെയായിരുന്നു. 17ാം നിലയിൽ അത്യാവശ്യം സൗകര്യങ്ങളോട് കൂടിയ ഒരു റൂമായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയത്. ഇങ്ങനെയുള്ള ലെയർ സ്റ്റേയിൽ ഒരുപാട് തട്ടിപ്പുകളൊക്കെ ഉണ്ട് എന്നും പറഞ്ഞ് ഞാൻ കുറേ വീഡിയോസ് കണ്ടിരുന്നു. നമ്മൾ ബുക്ക് ചെയ്യുന്നതിലെ മിസ്റ്റേക്ക് കൊണ്ടാവും അങ്ങനെ ഉണ്ടാകുന്നതെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം ഒരുപാടധികം ഒന്നും ഫോർമാലിറ്റീസ് ഇല്ലായിരുന്നു എയർപോർട്ടിലും ഹോട്ടലിലും. ഞങ്ങളൊന്ന് ഫ്രഷ് ആയ ശേഷം പുറത്തിറങ്ങിയപ്പോൾ കണ്ടത് ഫുള്ള് മദ്രാസ് ഹോട്ടലും ഇടുക്കി ഗോൾഡും കണ്ണൂർ ഹോട്ടലും ഒക്കെ ആയിരുന്നു. ഗൾഫിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ വരുന്നത്. സോ ഇവിടെ വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി, കണ്ണടച്ച് തുറന്നാൽ കാണുന്ന ഒരു മലയാളീനെ ആയിരിക്കുമെന്ന്. നല്ലൊരു ഹോട്ടലിൽ നിന്ന് നല്ലപോലെ ഫുഡൊക്കെ കഴിച്ച് ഈവനിങ്ങിൽ പോകാനിരിക്കുന്ന ഷെയ്ഖ് സെയ്ദ് ഗ്രാൻഡ് മോസ്കിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞപ്പോൾ അവിടെ കാർ പാർക്കിങ്ങിന് നല്ല പാടായിരിക്കുമെന്ന് മനസ്സിലായി. അങ്ങനെ ലുലുവിൽ കയറി ഒരു ബസ് ടിക്കറ്റ് ഒക്കെ വാങ്ങി ഞങ്ങൾ കയ്യിൽ വെച്ചു. ഈ ടിക്കറ്റ് അവിടെ അബുദാബിയിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ കേട്ടോ. പെർമനൻറ്റ് യൂസ് ആയതിനാൽ കളയാതെ കയ്യിൽ കരുതിയാൽ ഇനി എന്ന് വന്നാലും വേണേൽ യൂസ് ചെയ്യാൻ പറ്റും. ഇന്ന് അബുദാബിയിലെ യാസ് ഐലൻഡ് കൂടി കാണാമെന്ന് തീരുമാനിച്ചതാണെങ്കിലും ഒന്ന് ഉറങ്ങി എണീറ്റ് ഇപ്പോൾ സമയം കുറേ വൈകിയതിനാൽ യാസ് എന്നാൽ ഇനി പോകണ്ട എന്ന് വെച്ചിട്ട് ഗ്രാൻഡ് മോസ്കിലേക്കാണ് കേട്ടോ ഞങ്ങളിപ്പോൾ പോകുന്നത്. ഏകദേശം മോസ്കിൻ്റെ അടുത്ത് വരെ ഈ ബസ് ചെല്ലുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒത്തിരി നടക്കേണ്ട വന്നില്ല. പിന്നീട് ഞങ്ങൾക്ക് ബസ്സിൽ നിന്ന് ഇറങ്ങി നടന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് നേരെ മോസ്കിലേക്ക് എന്ന് കയറാനൊന്നും പറ്റില്ല. ഇതുവഴി കയറി വേണം മോസ്കിലെത്താൻ. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഈ ക്രിസ്റ്റൽ ഗ്ലോബ് വെറുതെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതല്ലെന്ന്. ഇതിനുള്ളിൽ ഒരു ഷോപ്പിംഗ് മാളിൻ്റെ അത്രയും തന്നെ കാണാനുണ്ടായിരുന്നു കേട്ടോ. ഇതിനുള്ളിൽ കൂടിയുള്ള സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് മാത്രമേ മോസ്കിൽ പ്രവേശിക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോഴാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്, ഷോൾ എടുത്തില്ല എന്ന്. അതില്ലാതെ അകത്ത് കയറാൻ പറ്റില്ല. ഒന്നേൽ അത് ഇവിടുന്ന് വാങ്ങണം, അല്ലേ തിരിച്ചു പോകണം. ഇത്ര വന്നിട്ട് കാണാതെ പോകുന്നു, അത് വയ്യ. അതുകൊണ്ട് തന്നെ അവിടുന്ന് നല്ല വില കൊടുത്ത് ഞാനൊരു ഷോൾ വാങ്ങി കേട്ടോ. അപ്പോൾ ഇനി ആരെങ്കിലും പോകാനിരിപ്പുണ്ടെങ്കിൽ ഷോൾ മസ്റ്റായിട്ടും കയ്യിലെടുത്തു, ഇല്ലെങ്കിൽ നല്ല വില കൊടുത്ത് വാങ്ങേണ്ടി വരും അവിടുന്ന്. തിരിച്ചു വന്നിട്ട് ഞങ്ങൾ ഹോട്ടലിൻ്റെ ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ വരെ ഞങ്ങൾ പോയിട്ടോ. അവിടെ നല്ലൊരു ലോഞ്ചും കുറേ പാർട്ടിയും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു റെസ്റ്റോറൻറ്റ് ഇതിനുള്ളിലുണ്ടായിരുന്നു. അത് കുറച്ച് പുറത്തേക്ക് മാറി നിൽക്കുന്നത് നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ കാണാൻ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇനി ദുബായ് വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.